ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കുറേ ആയി വീഡിയോ കിട്ടിയിട്ടില്ലേ. നമ്മൾ കുറേ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പെരുന്നാളാണല്ലേ, അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ചുരിദാർ അങ്ങനെ ടൈപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ നോർമൽ ഇടുന്നത് നമ്മൾ നോക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു 12 മണിക്കായി. അപ്പോൾ നമുക്കിനി രാത്രി 10 മണിയാകുമ്പോഴത്തേനും നമ്മളെ ഷോപ്പിംഗ് തീർക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഗായ്സ്. അപ്പോൾ നമ്മളെ ശിവ വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് കാണാം. അപ്പം നമ്മളിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വഴിക്കാണ് നമ്മളൊരു മദീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഞ്ഞിൻ്റെ കടകൾ കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കഞ്ഞി കുടിച്ചിട്ടാവാം ബാക്കി എല്ലാ പരിപാടികളിൽ നിന്ന്. അങ്ങനെ നമ്മളൊരു ഓംലെറ്റും അച്ചാറും ഉപ്പേരിയും ഉപ്പും പിന്നെ 2 കഞ്ഞി ഓർഡർ ചെയ്ത് അങ്ങനെ കഞ്ഞി കിട്ടി. ഷെബി കുറേ കാലം കഞ്ഞി കിട്ടിയിട്ടില്ല എന്നുള്ള പോലെ കഴിക്കുന്നുണ്ട്. കുറേ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പം വിചാരിക്കണ്ടോ ഞാൻ കുടിക്കില്ലെന്ന്. ഞാനും കുടിക്കുന്നുണ്ട്, ഞാൻ അപ്പുറത്ത് ഞാനും കുടിക്കുന്നുണ്ട്. നല്ല ഓംലെറ്റൊക്കെ കൂട്ടി നമ്മൾ കഞ്ഞി കടിച്ചു. നല്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പേരി ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഷെബി ഫുള്ള് കാലിയാക്കി. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു ഇല്ലാന്ന്. ഫുഡൊക്കെ കഴിച്ച് കഞ്ഞിയും പിന്നെ എന്തെങ്കിലും അച്ചാറും ഉപ്പേരി ഓംലെറ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഷെബി എന്താ ആവശ്യത്തിന് പോയതാണ്, എന്നെ ഇവിടെ തനിച്ചാക്കിപ്പോയി. നമ്മൾ കുറേ കല്യാണം മാരേജ് കഴിഞ്ഞ മുതലേ ഫുൾ തക്കാരവും എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് ഫുള്ള് അങ്ങനത്തെ ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ പോയപ്പോൾ ഒരു കാക്കൻ്റെ മദീനാന്നോ അങ്ങനെ എന്തോന്ന് പേര്, ഇതേത് സ്ഥലം അരീക്കോട്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച് കഞ്ഞിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചൂടാണ്, ചൂടല്ലാത്ത പക്ഷം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആയാമുണ്ടല്ലോ മഞ്ചേരി, അതിലിറങ്ങി കുറേ ഇട്ട് നോക്കി. പക്ഷേ എനിക്കൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ അതിന് ഷെബി പറയേണ്ടതെന്ന് ഇറങ്ങാൻ ഇനി കുറേ നേരം ഇവിടെ നിൽക്കണ്ട, കാരണം എനിക്ക് കിട്ടില്ല എന്ന്. പക്ഷേ അവസാനം ഒരു ആക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഫ്ലൈറ്റിക്കൊന്നും തട്ടാതെ നമുക്ക് അടുത്ത ഷോപ്പിൽ നടത്താൻ കഴിയില്ല എന്ന്. അങ്ങനെ നമ്മൾ അവിടെ ഒരു ബജിക്കടയിൽ കയറി. അങ്ങനെ സമൂസയും കട്ട്ലേറ്റും പഴംപൊരിയും കാബജിയും പിന്നെ വേറെ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ നമ്മളൊരു ചായയും ഹോർലിക്സൊക്കെ ആയിട്ട് കുടിച്ചു. പിന്നെ രണ്ടാമത്തെ വീണ്ടും അതന്നെ ഓർഡർ ചെയ്തു. ഷെബിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, എനിക്ക് ഓൾസോ. ഷെബി മൗനം പാലിച്ച് ഞാനൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് പ്ലേറ്റ് കാലിയാക്കുന്നുണ്ട്. 2 പ്രാവശ്യമാണ് കാലിയാക്കി. 3ാമത്തെ പ്രാവശ്യം എനിക്ക് മാത്രമായിട്ട് ഓർഡർ ചെയ്തു. ഷെബി അവസാനം പറഞ്ഞിട്ട് ഹോർലിക്സ് വേണമെന്ന്. പക്ഷേ അതും കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ മലപ്പുറം പോവാച്ചു. മലപ്പുറം 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ പോവാന്ന് വെച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട് മലപ്പുറം. ഓൾറെഡി നമ്മൾ പെരുന്നാളുടെ 2 ദിവസം മുന്നേ എടുക്കുന്ന ഡ്രസ്സ്. അപ്പോൾ അതിൻ്റെതായ തിരക്കിലുണ്ട്. അതിൽ നമ്മളങ്ങനെ മലപ്പുറം സ്റ്റുഡിയോയിൽ എത്തി ഗായ്സ്. നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ ഒരു കോക്കനട്ടും ഇല്ല. അപ്പം നമ്മളവിടുന്ന് തിരിച്ചു. അല്ലേ ഷെബേ? യെസ്, ഷെബി ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് നോക്കാത്തത് ഗായ്സ്. അപ്പോൾ ഇനി നമ്മൾ എവിടെ ഷെബി ഇപ്പം നമ്മൾ മഞ്ചേരി 2-3 പോയി. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഷെബിയ? യെസ്, അപ്പം നമ്മൾ വന്ന നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ 2ാമത്തെ ദിവസമാണ് പർച്ചേസിങ്ങിൻ്റെ. ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം നമ്മൾ 2 ഫോൺ ഓഫായി. അപ്പോൾ വീഡിയോ പോയിട്ട് ഗൂഗിൾ പേ ഉള്ള ഫോൺ കൂടി അങ്ങോട്ട് ഡോർ അടിച്ചിട്ടില്ല. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മൾ സെക്കൻഡ് ഡേ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റുഡിയോയിലാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ മലപ്പുറം സ്റ്റുഡിയോ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പം നമ്മളെ പെരുന്തമണ്ണ സ്റ്റുഡിയോയിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. ഓക്കെ, നമ്മൾ മാക്സിലാണ് ഇന്നത്തെ പർച്ചേസിന് ശേഷം വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തത്. അല്ല കേട്ടോ, ഇത് ഞാൻ ഇട്ട് പോയതായിരുന്നു. 2-3 ട്രൈ ചെയ്തു, പക്ഷേ ഇഷ്ടമല്ല. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു ഗായ്സ്. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോന്ന് സാധനം കിട്ടിയില്ല ഗായ്സ്. ശരി, എനിക്ക് എന്തെങ്കിലും പറയാണ്ടോ അതിനെ കുറിച്ച്?
അവനങ്ങനെയൊക്കെ പലതും പറയും. നമ്മൾ ഇനി അടുത്തത് നമ്മൾ പെരുന്തമണ്ണ വേറെ കുറച്ച് ഡ്രസ്സ് ഷോപ്പുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടുന്നെങ്കിലൊക്കെ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ കലാപരിപാടി തുടങ്ങി. ഇനി ഓരോ മറ്റേ പെരുന്തമണ്ണയിലെ എല്ലാ ഷോപ്പും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ ആദ്യം ക്ലോത്തിങ് പാലറ്റിൽ പോയത്. അപ്പോൾ അത് ഞാനൊരു ഗൗൺ എടുത്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നമുക്ക് പിന്നെ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടത് എടുക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി ട്രൈ ഔട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടും വേറെ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ അത് എനിക്കൊരാൾ കൂടെ അതിൽ കയറ്റായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്നത് വേണ്ട. പിന്നെ നമ്മൾ ആദ്യം എടുത്തതിൻ്റെ ബ്ലൂ എടുത്തു. അത് ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂ ബ്ലാക്കൊക്കെ എനിക്ക് രസമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് ചെയ്യുക, സൗന്ദര്യം ഒരു ശാപമായി മാറിയ സമയമായിരുന്നു ഇത് ഗൈസ്. അങ്ങനെ അത് നോക്കി. പിന്നെ അതിൻ്റെ ബേക്കിലുണ്ട് വരുന്നൊരു ബ്രൗണ്. അങ്ങനെ അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അത് രസമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്കതിനോട് ഇഷ്ടം അത് ഫ്രോക്ക് ആയതുകൊണ്ട് ഞാൻ അവസാനം ഇത് വേണ്ട പറഞ്ഞിട്ട് ഫ്രോക്ക് പാക്ക് ചെയ്യിപ്പിച്ചു. കുറേ തിരച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ സമയം കുറേ വൈകിയിരുന്നു. അപ്പോൾ ഒരു ക്രോസ് ചെയ്യാനൊക്കെ ആയിരുന്നു ക്ലോത്ത് ബാലറ്റ് പറഞ്ഞിട്ട്. പക്ഷേ അവസാനം അവരത് നമുക്ക് പാക്കൊക്കെ ചെയ്തൊന്നുമില്ല, പറഞ്ഞു സീനൊന്നും ഇല്ലാന്ന്. സോ ഗൈസ്, അപ്പം നമ്മൾ ഫൈനലി നമ്മൾ ഡ്രസ്സ് എടുത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കാണ്ടല്ലോ വ്ളോഗറാന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ ആന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സാധനം കിട്ടി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ സാധനം വാങ്ങി. ലാസ്റ്റ് ഫൈനലി നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് ഏകദേശം പരിപാടിയാണ്. നമുക്ക് ചെറിയ ചെറിയ കുറച്ച് സാധനം കൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ പർച്ചേസിങ് ഫിനിഷ് ആവണല്ലേ ശേബേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കച്ചിട്ട് കയറി പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ഥിരം നമ്മൾ ചേട്ടൻ്റെ അവിടെ നിന്ന് ഒരു അവലും വെള്ളം വാങ്ങി. നല്ല ദാഹമുണ്ടെന്ന് അങ്ങനെ നമ്മൾ അവൽ വെള്ളം കുടിച്ചിട്ട് അടുത്ത് പോയാൽ വിചാരിച്ചു. അങ്ങനെ കൊടുക്കണതിൻ്റെ ഷോഫ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവൽ വെള്ളം കുടിക്കുന്ന ഇത്ര ഷോഫ് വേണമെന്ന്. വേണ്ട. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചിരുന്നപ്പോൾ നമുക്ക് വീണ്ടും ദാഹിച്ചു. അങ്ങനെ നമ്മൾ ലൈമും കുടിച്ചിട്ട് ഷോപ്പ് പോയി. അവിടുന്ന് മമ്മിക്ക് 2 മാക്സിയും ഓൾക്കതിനുള്ള ഷോളൊക്കെ വാങ്ങി. അത് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നു. അങ്ങനെ അവിടുന്ന് ഷെബി സോപ്പൊക്കെ ഇട്ടിട്ട് ഡിസ്കൗണ്ടൊക്കെ വാങ്ങിയ സാധനം വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പാക്കും ഷെബിക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ പോയി. ഡ്രസ്സ് വേറെ ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ പാക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ആ പാക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തു. ഒരു ഷർട്ട് 2 പേർക്ക് വാങ്ങി. അത്രേ വാങ്ങിയിട്ടുള്ളൂ. ഒക്കെ എൻ്റെ വീട്ടിൽ തിരിച്ചു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയുള്ള ഇതാണ് നമ്മളെ പെരുന്നാൾ ഷോപ്പിംഗ്. അപ്പോൾ ഇത്രയുള്ളപ്പോൾ നമുക്ക് പെരുന്നാൾ കാണാം ഗായ്സ്. ബൈ.